11-ാം ശമ്പള പരിഷ്കരണ ഉത്തരവ് പ്രകാരം ലഭിക്കേണ്ട കുടിശ്ശിക തുക 1, 2, 3, 4 ഗഡുക്കളായി വിതരണം ചെയ്യുന്നതിന് സർക്കാർ 29/3/2025 38/2025 നമ്പർ ഉത്തരവ് പ്രകാരവും 1/11/2025 139/2025 ഉത്തരവ് പ്രകാരവും മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഈ ഉത്തരവുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് എങ്ങനെ കുടിശ്ശിക തുക നൽകാമെന്ന് സൂചിപ്പിച്ചിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കുലർ നമ്പർ 84/2025 ഡേറ്റഡ് 7/11/2025 പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പേ റിവിഷൻ കുടിശ്ശിക തുക എങ്ങനെ നൽകാമെന്ന് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ ഈ മാർഗനിർദ്ദേശങ്ങളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഡൗട്ടുള്ളത് ശ്രദ്ധയോടെ കേട്ട് ശമ്പള പരിഷ്കരണ കുടിശ്ശിക എല്ലാവരും അതാത് ജീവനക്കാർക്ക് എടുത്ത് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേസ് 1 1/7/2019 മുതൽ 28/2/2021 വരെയുള്ള കാലയളവിൽ ഗവൺമെൻറ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ശമ്പളം വാങ്ങുകയും, അതായത് JD ഓഫീസ് മുതലായ ഓഫീസിൽ വർക്ക് ചെയ്ത് ഈ കാലയളവിൽ വർക്ക് ചെയ്തവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. എന്നാൽ പേ റിവിഷൻ കുടിശ്ശിക വിതരണ ഓർഡർ ഇറങ്ങുന്ന സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് 1/7/2019 മുതൽ 28/2/2021 വരെ ഉള്ള കാലയളവിൽ ജോലി ചെയ്തിരുന്ന ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുടിശ്ശിക എടുക്കാവുന്നു. എന്നാൽ 1/7/2019 മുതൽ 28/2/2021 ഏതെങ്കിലും പീരീഡിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്നും ഈ പീരീഡിലെ കുടിശ്ശിക എടുക്കേണ്ടതുമാണ്. കേസ് 2 എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. 1/7/2019 മുതൽ 28/2/2021 വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുകയും കുടിശ്ശിക വിതരണ ഓർഡർ ഇറങ്ങുന്ന കാലയളവിൽ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന്, അതായത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ശമ്പളം വാങ്ങുകയും ചെയ്യുന്ന ജീവനക്കാർക്ക് 1/7/2019 മുതൽ 28/2/2021 വരെയുള്ള മുഴുവൻ കാലയളവിലും പല തദ്ദേശ സ്ഥാപനങ്ങളായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും 1/3/2021 തൊട്ടു മുമ്പ് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണോ ജോലി ചെയ്തിരുന്നത് അവിടെ നിന്നാണ് കുടിശ്ശിക തുക എടുക്കേണ്ടത്. കേസ് 3 1/7/2019 മുതൽ 28/2/2021 വരെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും ജോലി ചെയ്ത് ശമ്പളം വാങ്ങുകയും കുടിശ്ശിക വിതരണ ഓർഡർ ഇറങ്ങുന്ന സമയത്ത് മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്ന ജീവനക്കാർ 1/3/2021 തൊട്ട് മുമ്പ് ജോലി ചെയ്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും കുടിശ്ശിക തുക വാങ്ങേണ്ടതാണ്. കേസ് 4 1/7/2019 മുതൽ 28/2/2021 വരെയുള്ള ഏതെങ്കിലും കാലയളവിൽ ഡെപ്യൂട്ടേഷനിൽ പോയ ജീവനക്കാർ കുടിശ്ശിക നൽകുന്ന ഓർഡർ ഇറങ്ങുന്ന സമയത്ത് അതേ തദ്ദേശ സ്ഥാപനത്തിലോ മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിലോ നിന്നോ ശമ്പളം വാങ്ങുകയാണെങ്കിൽ കുടിശ്ശിക വിതരണ ഓർഡർ ഇറങ്ങുന്ന സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും ഈ തുക ഈടാക്കാവുന്നു. ഡ്യൂ ഡ്രോൺ ബാലൻസ് സ്റ്റേറ്റ്മെൻറ്റ് മുഖേന ഡെപ്യൂട്ടേഷനിൽ ഇരുന്ന പീരീഡിലെ കാലയളവിലെ തുക ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ എവിടെ ഇരുന്നതെന്ന് അവിടെ നിന്ന് ഈടാക്കാവുന്നതുമാണ്. ഇങ്ങനെ ഈടാക്കാനുള്ള ഓർഡർ ആ സ്ഥാപനത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നൽകേണ്ടതാണ്. കേസ് 5 1/7/2019 മുതൽ 28/2/2021 വരെയുള്ള കാലയളവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ജോലി ചെയ്യും കുടിശ്ശിക വിതരണ ഓർഡർ ഇറങ്ങുന്ന സമയത്ത് ഡെപ്യൂട്ടേഷനിലുള്ള ജീവനക്കാർക്ക് 1/3/2021 തൊട്ട് മുമ്പ് ജോലി ചെയ്ത തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും കുടിശ്ശിക ഈടാക്കാവുന്നതാണ്. കേസ് 6 ജീവനക്കാർ 1/7/2019 മുതൽ
2021 വരെ കാലയളവിൽ എപ്പോഴെങ്കിലും ഡെപ്യൂട്ടേഷനിൽ പോവുകയും അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ജോലി ചെയ്യും. പിന്നീട് കുടിശ്ശിക വിതരണ ഓർഡർ ഇറങ്ങുന്ന സമയത്ത് വീണ്ടും ഡെപ്യൂട്ടേഷനിലുള്ള ജീവനക്കാർ മുഴുവൻ തുകയും 1/3/2021 തൊട്ട് മുമ്പ് ജോലി ചെയ്തിരുന്ന തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് നൽകാവുന്നതും ഈ സ്ഥാപനം ജീവനക്കാരൻ്റെ ഡെപ്യൂട്ടേഷൻ കാലയളവിൽ കുടിശ്ശിക തുക അവിടെ നിന്ന് ഡ്യൂ ഡ്രോൺ ബാലൻസ് സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യപ്പെടാവുന്നതാണ്. ഇതാണ് പ്രധാനപ്പെട്ട കേസുകൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരെ സംബന്ധിച്ച്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം 1/6/2021 മുതൽ ഈ ദിവസം വരെ റിട്ടയർ ചെയ്ത ജീവനക്കാർക്ക് 11ാം പേ റിവിഷൻ ഉത്തരവിലെ നിർദ്ദേശങ്ങൾ പ്രകാരം റിട്ടയർ ചെയ്തവർക്ക് ക്യാഷായിട്ട് തുക നൽകേണ്ടതും ആ തുക 1/3/2021 തൊട്ട് മുമ്പ് ജോലി ചെയ്തിരുന്ന ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണോ ആ സ്ഥാപനത്തിൽ നിന്ന് നൽകേണ്ടതാണ്. ഇത്രയും വിവരങ്ങളാണ് നമ്മളുടെ സർക്കുലർ 84/2025 ഡേറ്റഡ് 7/11/2025 അപ്പോൾ ഞാൻ ഇട്ട ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടുള്ളവർ 84/2025 ഡേറ്റഡ് 7/11/2025 നമ്പർ സർക്കുലർ നോക്കുക. എല്ലാവർക്കും നന്ദി.